ഏതെങ്കിലും ദേവതകളുടെ ഉപാസന ഉണ്ടായിരിക്കണം, എങ്കിലേ ആ മീഡിയം വെച്ചിട്ടാണ് അവർ. നമുക്കിതൊന്നും വേണ്ട, ആളുടെ ഈ പ്രശ്നമുള്ള ആളുടെ ഒരു ഫോട്ടോ കിട്ടിയാൽ മതി. ഇപ്പൊ ഞാൻ ഒരു സോളിനെ നമ്മൾ മുക്തിയിലേക്ക് നയിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു അഗ്നികുണ്ടോ ഒന്നും ആവശ്യമില്ല എനിക്ക്. അതവിടെ നമ്മൾക്ക് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആ എനർജി എടുത്തങ്ങ് അവിടെ പരവേൽപ്പിക്കുക എന്നുള്ളതാണ്. ഇത് പഠിപ്പിച്ചു കൊടുക്കും. ഇത് പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. നമുക്ക് പറഞ്ഞു കൊടുക്കാം, പക്ഷേ ഈ കഴിവ് അയാൾക്കില്ലെങ്കിൽ 7 അയലത്തെത്താൻ പറ്റില്ല. അങ്ങ് ആഭിചാരം ചെയ്യും. ഇതെങ്ങനെയാണ് നമ്മളിത് ആഭിചാരം ഏറ്റതെന്ന് അറിയുന്നത്? ഇപ്പം ഈ ഒരാള് കൊല്ലാനായി മാരണം എന്ന് പറയും. ലോട്ടറി എടുക്കാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കരുത്. ഇപ്പൊ അവര് മന്ത്രവാദ കളത്തിൽ ഇതൊക്കെ ഒരുക്കി വെക്കുന്നു. ഒരു മീഡിയം വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഒന്നുകിൽ പിന്നെ ഏതെങ്കിലും ദേവതകളുടെ ഉപാസന ഉണ്ടായിരിക്കണം, എങ്കിലേ ആ മീഡിയം വെച്ചിട്ടാണ് അവർ. നമുക്കിതൊന്നും വേണ്ട, ആളുടെ ഈ പ്രശ്നമുള്ള ആളുടെ ഒരു ഫോട്ടോ കിട്ടിയാൽ മതി. അയാളുടെ എന്തെങ്കിലും ഒരു പേര്, നാള്, അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മറ്റേ ആൾ മരിച്ചതെന്ന് എന്ന് കറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആളാണോ ഇതിലുണ്ടോ എന്നുള്ള കൺഫേം ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. ഞാൻ പെൻഡുലാണ് അതിന് ഉപയോഗിക്കുന്നത്. പെൻഡുലം ഉപയോഗിക്കുന്നത്. ഇത് ഇവർക്കും ഉപയോഗിച്ചുകൂടി അങ്ങനെ? ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ മന്ത്രവാദം ചെയ്യുന്നവർക്കും ചെയ്യാൻ പറ്റാത്തത്. ഞാൻ ഉപയോഗിക്കട്ടെ, ഈ ലോകത്ത് എല്ലാവർക്കും എല്ലാം ഒരേപോലെ ആവാൻ പറ്റൂ? എല്ലാവരും ഡിഫറൻ്റാണ്. ചിലർക്ക് ഈ രീതിയാണ് ഇഷ്ടം. ഇപ്പം ഞാൻ ഒരു സോളിനെ നമ്മൾ മുക്തിയിലേക്ക് നയിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു അഗ്നികുണ്ടോ ഒന്നും ആവശ്യമില്ല എനിക്ക്. അതവിടെ നമ്മൾക്ക് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആ എനർജി എടുത്തങ്ങ് അവിടെ പരവേൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരങ്ങ് പോകുന്നുണ്ട്. അതിന് ഒരു അഗ്നികുണ്ടം തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഒരു ഹൈപ്പാണത് അല്ലേ? അത് അല്ല, ഹൈപ്പാണെന്നല്ല, താന്ത്രിക വിധിയിൽ അതൊക്കെ ആവശ്യമാണ്. മാന്ത്രിക വിധിയിൽ അതൊക്കെ ആവശ്യമാണ്. എൻ്റെ വിധി പ്രകാരം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് പഠിപ്പിച്ചു കൊടുക്കുമോ? ഇത് പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. നമുക്ക് പറഞ്ഞു കൊടുക്കാം, പക്ഷേ ഈ കഴിവ് അയാൾക്കില്ലെങ്കിൽ 7 അയലത്തെത്താൻ പറ്റില്ല. എൻ്റെ അടുത്ത് ചില വ്യക്തികൾ വന്നിട്ട് 3 മാസം നിൽക്കും, പഠിക്കും എന്നൊക്കെ പറഞ്ഞു നിന്നിട്ട് അവസാനം ലേലു സാറേ ഇത് പറ്റുന്ന പരിപാടിയല്ല. എന്താ വെച്ചാൽ ഒന്നെങ്കിൽ ഇത് ഇവന്റെ ദേഹത്തേക്ക് കയറും, അതല്ലെങ്കിൽ ഇവന് വേറെ എന്തെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ തന്നെ പല ഹീലേഴ്സും എൻ്റെ അടുത്ത് വരാറുണ്ട്, സാറേ ഇന്നാളൊന്ന് ഹീൽ ചെയ്തു, ഇപ്പൊ എൻ്റെ അമ്മയുടെ ദേഹത്താണ് ആ പ്രേതം ഇരിക്കുന്നത്. ഒരു വലിയ ഹീലറാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, മോനെ സൂക്ഷിച്ചും കണ്ട് ചെയ്യും. ആദ്യം എല്ലാവരെയും പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഞാനിപ്പോൾ വളരെ ഈസി ആയിട്ട് പറയുന്നു. ഞാൻ ഓരോരുത്തർക്കും ഒരു വെള്ളം പോലും നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ വീട്, സ്ഥാപന ജംഗമം, നമ്മുടെ മക്കള്, ഭാര്യ, അച്ഛൻ, നമ്മുടെ കുടുംബം എല്ലാം നമ്മൾ പ്രൊട്ടക്ഷൻ ഇട്ടതിന് ശേഷം ഇത് ചെയ്യാവും. അല്ലെങ്കിൽ തിരിച്ചടിക്കാം. ദൈവം സഹായിച്ച് ഇപ്പോൾ എനിക്ക് ആ ഒരു സിദ്ധിയുണ്ട്. ഇതൊന്നും നമ്മൾ തിരിച്ചടിക്കാത്ത രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഒരൊറ്റ പ്രാർത്ഥനയിൽ. അത് ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും. എനിക്കിതിൽ ചോദിച്ചാൽ വേറൊരു കാര്യം വന്നു. അതായത് ഇപ്പോൾ കുറ്റിയടി പോലുള്ള കാര്യങ്ങൾ, ഇപ്പം ആഭിചാര പ്രവർത്തനം എൻ്റെ അടുത്ത് വരാറുണ്ട്. അങ്ങ് ആഭിചാരം ചെയ്യും? ഇല്ല, ചെയ്യില്ലല്ലോ ഒരിക്കലും. ആഭിചാരം ഏറ്റവരെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. അത്രയോ. അപ്പൊ ഈ ആഭിചാര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പലരും ഉണ്ട്. അതിപ്പോ എല്ലാ മേഖലയിലുണ്ട്. സിനിമാ മേഖലയില്, ഇതുപോലെ മാധ്യമ രംഗത്ത്, സീരിയലായിക്കോട്ടെ, ബിസിനസ്സുകാരുടെ, ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരുടെ, പൊളിറ്റിക്സിലുണ്ട്. അത് പല തകിടുകളും മുഖ്യമന്ത്രിയുടെ വീടുകളിൽ നിന്നൊക്കെ തന്നെ, ദൈവ നിരീശ്വരവാദികൾ എന്ന് പറയുന്നവരുടെ വീടുകളിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ ആഭിചാരം ഏൽക്കുമ്പോൾ ഇതെങ്ങനെയാണ് നമ്മളിത് ആഭിചാരം ഏറ്റതെന്ന് അറിയുന്നത്? എങ്ങനെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും? എന്തെങ്കിലും തെളിവുകൾ നമുക്ക് സാധാരണ പോലെ എനിക്കറിയാം. ഈ വ്യക്തിക്ക് തന്നെ ആഭിചാരം ഏൽക്കപ്പെട്ട വ്യക്തി, ആ വ്യക്തിക്ക് തന്നെ ചില തെളിവുകൾ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്നലെ എൻ്റെ അടുത്ത് വന്ന വ്യക്തി വളരെ ആക്റ്റീവായിട്ട് പോകുന്ന ഒരാളാണ്. ഹിന്ദു ഐക്യവേദിയിലൊക്കെ ഉള്ള ഒരാളാണ്. ഒരു അമ്പലത്തിന്റെ മെയിൻ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. പ്രസിഡന്റോ മറ്റോ ആണ്, സെക്രട്ടറിയോ മറ്റോ ആണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു എതിർ പാർട്ടി, ഏത് പാർട്ടിയാന്ന് ഞാൻ പറയുന്നില്ല, അത് പബ്ലിക്കായിട്ട് പറയുന്നില്ല, ഉള്ള ഒരു വ്യക്തിക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തിന്റെ മതിൽ പണിയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. ഇപ്പോൾ സ്ഥിരം ഇയാൾക്കിട്ട് പണി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് പഴയതുപോലെ ആക്റ്റീവായിട്ട് കോൺട്രാക്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ തൂങ്ങാമ്പലായിട്ട് ഇങ്ങനെ ഇരിക്കുക, ഈ അവസ്ഥയാണ്. അതായത് ഭാര്യയ്ക്കൊരു ജോലി കപ്പിനും ചുണ്ടിനിടയ്ക്ക് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെക്കമെൻഡ് ചെയ്തിട്ട് പോലും വേറെ ആൾ കൊണ്ടുവന്നു ആ ജോലി.
ആ ലെവലിൽ ഇയാൾക്ക് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ മാത്രം ലൈഫിലൂടെ വരികയാണ്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, സാറേ എനിക്കൊരു പണി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അയാളുടെ എനർജി ഞാൻ പറഞ്ഞു ശരിയാണ്, കറക്റ്റാണ്. അത് അങ്ങനെ ഓരോന്ന് ഇങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും സൂചനകൾ കിട്ടും. അതല്ലെങ്കിൽ ഓരോ അസുഖമെന്നും പറഞ്ഞിട്ട് ഹാർട്ടിന് വേദന പോലെ തോന്നുന്നു, കരളില് അങ്ങനെ ഒന്ന് തോന്നുന്നു, വയറ്റിൽ വേദന തോന്നുന്നു, ചെന്ന് MRI എടുത്തു, എല്ലാം എടുത്തു, CT സ്കാൻ എടുത്തു, ഒരു പ്രശ്നമില്ല. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ മിക്കവാറും ഇവന്റെ കളിയാണോ എന്നുള്ളത് പലപ്പോഴും അതിന്റെ തെളിവുകളായിട്ട് വരാറുണ്ട്. ഇപ്പം ഈ ഒരാള് കൊല്ലാനായി പലരും ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര കടുത്ത ആവശ്യം മാരണമെന്ന് പറയും. ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ അങ്ങ് സമീപിച്ചിട്ടുണ്ടോ? മരണം ഏറ്റവര്, അതായത് മരണമേറ്റു മരിച്ച അച്ഛന്റെ മകൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു വീട്ടില് ഇന്ന സ്ഥലത്ത് കുഴിച്ചിടൂന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കിട്ടൂന്ന് പറഞ്ഞില്ല, അവിടെ കിട്ടുകയും ചെയ്തു. ആ വീട്ടില് അവൻ IAS വരെ അവസാന ലെവലിൽ വരെ പോയിട്ട് എങ്ങും എത്തിയില്ല. അവന്റെ പോലും കഴിവില്ലാത്തവരെന്ന് IAS ഓഫീസേഴ്സാ. അവന്റെ വീടിന് മുച്ചൂട് നശിപ്പിക്കാനായിട്ട് അവന്റെ അമ്മയുടെ അനീതി ചെയ്തതാ, കുഞ്ഞമ്മ ചെയ്തതാ. ഇവന്റെ അച്ഛൻ വെട്ടിയിട്ട വാഴത്തളി പോലെ വീണ് മരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, ആരെങ്കിലും അങ്ങനെ മരിച്ചിട്ടുണ്ടോ, മരണം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അയ്യോ സാറേ അച്ഛൻ ഇങ്ങനെ മരിച്ചതാന്ന് പറഞ്ഞു. ഇത്ര വർഷമായി, 10 വർഷം മറ്റോ ആയെന്ന് തോന്നുന്നു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങ് ഇപ്പോൾ 24-ൽ പോയി, ഇത്രയും ഞാൻ വീണ്ടും അത് വിടുന്നില്ല. ഇത്രയും അനുഭവങ്ങളുണ്ട്. എന്തുകൊണ്ടായിരിക്കും നമുക്ക് അത്രയും സമയം കൊണ്ട് എനിക്കൊരാളെ കീഴ്പ്പെടുത്താൻ പറ്റാത്തത്? അല്ലെങ്കിൽ എനിക്കിത് ഇത്തരം എൻ്റെ ഉള്ളിലുള്ള സത്യമാണ്, ഈ സത്യം അവൻ എന്തുകൊണ്ടാണ് മനസ്സിലാവാതെ പോയെന്ന് എന്നെ പോലുള്ള സാധാരണക്കാർക്ക് ഒരു സംശയമുണ്ട്. അത് തീർച്ചയായിട്ടും അത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. അതായത് നമ്മളെല്ലാം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരാണ്. 5 ഇന്ദ്രിയങ്ങൾ, 6ാമത്തെ ഇന്ദ്രിയം ഓപ്പൺ ആയിട്ടുള്ള എത്ര പേരുണ്ട് ഈ ലോകത്ത്? കോടിക്കണക്കിന് ആൾക്കാരുണ്ട് ഇല്ലാത്തവർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിലാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ എന്നോട് അവിടെ വെച്ച് ഒരു നിരീശ്വരവാദി ആവശ്യപ്പെട്ടത് സോളിനെ ഇവിടെ കൊണ്ടുവരൂ, ഈ ഫ്ലോറിൽ കൊണ്ടുവരൂ എന്ന് പറയും. ഇപ്പം ഞാനിപ്പോൾ പറയാണ്, രാജേഷ് ഭായ് എന്നോട് പറയാണ്, ഈ ഫ്ലോറിൽ ഇപ്പോൾ ഒരു സോളിനെ സോളിൻ്റെ അനുഭവം ഞാൻ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എൻ്റെ പെൻഡുലം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ഇളകുന്നതും ഏത് വ്യക്തിയാണെന്നും ഞാൻ വിളിക്കുന്ന വ്യക്തിയാണെന്നും തെളിവടക്കം ഞാൻ തരാൻ പറ്റും, പോസിബിളാണ്. പക്ഷേ ആ 24-ന്റെ വേദിയിൽ അത് സാധിക്കുമോ? മാത്രമല്ല അതുപോലൊരു സ്റ്റുഡിയോയിൽ ഇത്രയും പേര് ഇരിക്കുന്നിടത്തൊന്നും ചാടി കയറി ഒരു സോളൊന്നും വരത്തില്ല. അതിന് പ്രൊട്ടക്ഷൻ വേണം. അങ്ങനെ ഒരുപാട് നടപടികളുണ്ട്. അല്ലാതെ ചുമ്മാ ഇരുന്നിട്ട് ഒരു സോളിനെ വിളിക്കാന്ന് പറഞ്ഞാൽ ഇതെന്താ, നമ്മളെന്താ വല്ല FM ഫ്രീക്വൻസി അങ്ങനെ എടുക്കുന്ന പോലെ അല്ല. അതൊരു ഫ്രീക്വൻസി കണക്ഷൻ തന്നെയാണ്, ശരിയാണ്. ആ ഫ്രീക്വൻസിയെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പെൻഡുലം അപ്പം തന്നെ ഭയങ്കരമായിട്ട് ഇളകാൻ തുടങ്ങും. എൻ്റെ കൈ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഞാൻ അനക്കില്ല, പക്ഷെ ആ പെൻഡുലം കിടന്ന് കുലുങ്ങുന്ന കണ്ടാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഒരു മാഗ്നറ്റിക് വലയം അവിടെ വന്നിട്ടുണ്ടെന്ന്. ആളുടെ പേര് ചോദിച്ചാൽ എല്ലാം കൃത്യമായിട്ട് കാണിക്കും. ഞാനിന്ന് എക്യുപ്മെന്റ്സ് ഒന്നും കയ്യിലെടുത്തിട്ടില്ല. സുനിൽ പരമേശ്വരൻ സാറ് ഇരുന്നിട്ട് ഒരു നൂല് വെച്ചിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പെൻഡുലത്തിന് പകരമായി. അന്ന് അവിടെ അദ്ദേഹത്തിന് ഒരുപാട് വിമർശനം കിട്ടും. അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിൽ അത് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞത്, നൂല് സാർ അങ്ങ് കൈ വിട്ടിട്ട് അവിടെ എന്തെങ്കിലും കെട്ടിവെക്കുക എന്നിട്ട് അനക്കാൻ പറയാണ്. നമ്മളുടെ ഫ്രീക്വൻസിയിലൂടെ എടുത്താൽ നമ്മുടെ കയ്യിലിരുന്നാലേ ഇത് വിറയലൊക്കെ ഉണ്ടാവുള്ളൂ. വേറൊരു വസ്തുവിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവുന്നത്? ആ എനർജി നമ്മുടെ എനർജിയിലൂടെയാണ് നമ്മളിത് എടുക്കുന്നത്. ആ എനർജി വന്നാലേ അതിനിളക്കം തട്ടുള്ളൂ, അല്ലാതെ എവിടെയെങ്കിലും തൂക്കിയിട്ടിട്ട് അനങ്ങാൻ പോകുന്നില്ല. അതേസമയം നല്ല സോൾ പ്രസൻസ് ഉള്ള സ്ഥലത്ത് വെറുതെ തൂക്കിയിട്ടാലോ അനങ്ങും. നല്ല ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു വീട്ടിൽ കൊണ്ടുപോയി തൂക്കിയിട്ടാൽ ഉറപ്പാണ് ആ സ്പടികം അനങ്ങാൻ തുടങ്ങും. ഇതിപ്പം 24 ഇനി ഒന്നും കൂടെ ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്തായാലും ഇത്രയും 3 മണിക്കൂറൊക്കെ എടുത്ത് അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഷൂട്ട് ചെയ്ത മരണാനന്തരം വരെ ചർച്ച പോയിക്കൊണ്ടിരിക്കും. അതെ, ഷൂട്ട് ചെയ്തിട്ട് 2.5 മണിക്കൂറൊക്കെ ഷൂട്ട് ചെയ്ത ബാക്കി എപ്പിസോഡുകൾ ആളുകൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും. കാര്യം അത്തരം അറിവുകളാണല്ലോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നിരീശ്വരവാദം പോലെ തന്നെ ഈശ്വരവാദത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനലുകൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങേപോലുള്ള പ്രഗത്ഭരെയും കൊണ്ടുവരുന്ന അനുഭവങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റും, അത് ധനമായിക്കോട്ടെ മനസ്സമാധാനമായിക്കോട്ടെ, നമുക്കതിൽ എല്ലാവരുമായിട്ട് കഴിഞ്ഞ് പോകണമെന്നാണ്. ഈ ധനസമ്പാദനത്തിന് ഒരുപാട് പേര് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ലൈഫിൽ ഇപ്പോൾ തോറ്റുപോയ പല ചരിത്രങ്ങളുണ്ട്. അപ്പം ഞാനത് പറഞ്ഞ് ഒപ്പിക്കാൻ ശ്രമിച്ച് ഇതിലേക്ക് വരാനായിരുന്നു, മാനിഫെസ്റ്റേഷനെ കുറിച്ച്. അതെ. ഇപ്പം നമ്മൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയുന്നുണ്ട്.
അത് എത്രത്തോളം, ഞാൻ ജോലി ചെയ്യാതെ എങ്ങനെ ഇതൊക്കെ നടക്കും? അതായത് നമ്മൾ വെറുതെ ഇരുന്നാലും ഇങ്ങനെ നടക്കും എന്നല്ലേ? അതെ, നമ്മൾ വെറുതെ വിചാരിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പൊ ചില മഹാന്മാർ ഇറങ്ങിയിട്ടുണ്ട് യൂട്യൂബിലൊക്കെ, ഞാൻ കാണുമ്പോൾ ചിരിക്കാറുണ്ട്. അത് കണ്ടിട്ടാ ചോദിച്ചത്. അതായത് ലോട്ടറി അടിക്കും, എന്റെ കീഴിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും. ഞാൻ പറയും ലോട്ടറി അടിക്കാൻ വേണ്ടി എന്റെ കീഴിൽ പഠിക്കാൻ വരരുത്. കാരണം ഇത് പണിയില്ലാതെ ചുമ്മാ ഇരുന്നിട്ട് കാശുണ്ടാക്കാനുള്ള പരിപാടിയാണ്. എന്ത്, അതായത് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നു, 50 രൂപയുടെ ലോട്ടറി എടുക്കുന്നു, 1 കോടി അടിക്കുന്നു. ഇത് വല്ല പ്രവൃത്തി ഉണ്ടോ അതിനകത്ത്? ആകെ 50 രൂപയുടെ ചിലവല്ലേ ഉള്ളൂ. ഇതാണ് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ മലന്ന് കിടന്നാൽ എല്ലാം അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പണിക്ക് പോകും. ഇനി ലോട്ടറി അടിച്ച് എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്? ഞാൻ പറയട്ടെ, ലോട്ടറി അടിക്കാൻ വേണ്ടി ഒരിക്കലും ലോ ഓഫ് അട്രാക്ഷനോ മാനിഫെസ്റ്റേഷനോ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഒരാളാണ്. എന്താണ് അതിന് കാരണം പറയാം. ഒരു നമ്മൾ ലോജിക്ക് വെച്ച് ചിന്തിക്കുക. ഞാൻ ലോട്ടറി എടുത്തു ഇന്ന് 3:30-ക്കാണ്, നാളെ 3:30-ക്കാണ് എടുക്കുന്നത്. രാജേഷ് ഭായി എടുത്തു. രാജേഷ് ഭായിയുടെ ആഗ്രഹം എന്താ? എനിക്ക് അടിക്കണം, 1 കോടി അടിക്കണം. വിനോദ് ജോൺ ആഗ്രഹിക്കുന്നത് എന്താ? 1 കോടി അടിക്കണം. ഇതുപോലെ കോടിക്കണക്കിന് ആൾക്കാർ ആഗ്രഹിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുകയല്ലേ? അപ്പൊ ഇത്രയും പേരെ 10 പേരെ റേസിന് നിർത്തി ഓട്ടത്തിന്, എല്ലാവർക്കും 1ാം സ്ഥാനം കിട്ടുമോ? അതില്ല. ഏതെങ്കിലും ഒരു തലതെറിച്ച ഭാഗ്യമുള്ള ഒരുത്തിന് ലോട്ടറി അടിക്കും. അതുകൊണ്ട് ലോട്ടറി അടിക്കാൻ ഒരിക്കലും മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കരുതെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ഈ ലോട്ടറി അടിക്കുമ്പോൾ അത് നിലനിൽക്കുമോ? നിലനിൽക്കാൻ ചാൻസ് കുറവാണ്. എന്തുകൊണ്ട്? കാരണം അതിനുവേണ്ടി തയ്യാറായിട്ടുള്ളവൻ്റെ കയ്യിലല്ല എത്തുന്നതെങ്കിൽ അത് മുടിഞ്ഞു പോകും. കാരണം ഇവർ ലോട്ടറി കിട്ടിയെന്ന് അറിയുമ്പോഴേക്കും അപ്പം തന്നെ ഫിനാൻസുകാർ, മറ്റേ ഒരു ഇൻഷുറൻസുകാർ, ബാങ്കുകാർ, വെഹിക്കിൾസ്, സാറേ ഒരു ബെൻസ് എടുത്തോ സാറേ, ഇത്രയും ലക്ഷം രൂപയില്ലേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെല്ലും. ഇവന്മാരെന്ത് ഇത് കാണാത്തവൻ കാണുമ്പോൾ ആറാട്ടെന്ന് കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവൻ അങ്ങോട്ട് എടുത്ത് വലിച്ചെറിയാൻ തുടങ്ങി പണം. കാരണം ഇവൻ അർഹതയില്ലാത്ത പണമാണ് ഇവന്റെ കയ്യിൽ വന്നത്. അതുകൊണ്ട് അതിന് വിലയുണ്ടാവില്ല. ഇത് ബ്ലഡി ലക്കെന്നേ ഞാൻ പറയുള്ളൂ. ലോട്ടറി എടുക്കാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കരുത്. കാരണം ഞാനും നിങ്ങളും കോമ്പീറ്റ് ചെയ്യാണ് ഒരുമിച്ച് ലോട്ടറി എടുക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ലോ ഓഫ് അട്രാക്ഷനാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്കടിക്കും, നിങ്ങളുടെ ആണെങ്കിലോ നിങ്ങൾക്കടിക്കും. അത്രേ ഉള്ളൂ. ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഡെയിലി പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ തിരിയൊക്കെ വെച്ച് കത്തിച്ച് നാളെ ലോട്ടറി അടിക്കണേന്ന്. അടിച്ചതോ പാലക്കാട് ഏതോ ഒരു മോഹനാണ്. നമ്മൾ എന്ത് വിചാരിക്കും? അപ്പൊ ഇവിടെ ബ്ലഡി ലക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്, അല്ലാതെ മാനിഫെസ്റ്റേഷൻ ഒന്നല്ലാതെ. ഞാൻ പറയുന്നത് സംഭവിക്കും. ചെറിയ എമൗണ്ട് ഒക്കെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, വെറുതെ ചുമ്മാ എടുത്തു നോക്കിയിട്ടുണ്ട്. പാവപ്പെട്ടവരൊക്കെ വരുമ്പോൾ, കൈ കാലില്ലാത്തവർ വരുമ്പോൾ ഞാൻ ലോട്ടറി എടുക്കും. എന്തെങ്കിലും ആവട്ടെ, നമ്മളാ ചെയ്തതിന് ഫലമായിട്ട് 5000 രൂപ 10000 രൂപയൊക്കെ എനിക്ക് അടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെ 1 കോടി ലോട്ടറി കൊണ്ട് അടിക്കാനായിട്ട് മാനിഫെസ്റ്റേഷൻ ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം അത് നമ്മൾ കോടിക്കണക്കിന് ആൾക്കാരുമായിട്ടാണ് അവിടെ കോമ്പീറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു ബ്ലഡി ലക്കുള്ളവന് മാത്രമേ അത് കിട്ടുള്ളൂ. ഈ മണി മാനേജ്മെന്റ് അതൊരു പ്രധാന ഘടകമാണ്. നമുക്കിപ്പം കാശ് ഇപ്പം ഏത് രീതിയിൽ വന്നാലും നമുക്ക് മണി മാനേജ് ചെയ്യാൻ പറ്റണം. അതെങ്ങനെ ഒരാൾ ഇപ്പോൾ ഒരു ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഇതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഒരു പ്രധാന പ്രശ്നമാണത്. പലർക്കും പൈസ നിൽക്കുന്നില്ല. അതൊരു മണി മാനേജിന്റെ ഭാഗവും കൂടെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ അതെ അതെ. അല്ല, ഒരു ആഭിചാരമൊന്നും അതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല, ആഭിചാരത്തിലൂടെ അത് പണം ഉണ്ടാക്കുന്നവരുണ്ട്. ഉണ്ടല്ലേ? എന്നാലും നമ്മൾ മൈൻഡ് പവർ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിന് സാധിക്കില്ലേ? ഏത് ആഭിചാരത്തെക്കാളും വളരെ പവറുള്ള ഒന്നാണ് നമ്മുടെ മനസ്സിന്റെ മനസ്സെന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യന്റെ മനസ്സിന്റെ പവർ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു ആഭിചാരത്തിന് പോലും നമ്മളെ ഏൽക്കാൻ പറ്റില്ല. എൻ്റെ ആ മൈൻഡ് പവർ ഉള്ളതുകൊണ്ടാണ് ആഭിചാരം എന്നെ ഏൽക്കാത്തത്. ഇത്രയും ആൾക്കാർ ആഭിചാരം ഏറ്റവരെ നമ്മൾ രക്ഷിക്കുമ്പോഴും നമ്മളിത് ഏൽക്കാത്തത് എന്തുകൊണ്ടാണ്? അത്രയും മൈൻഡ് പവർ നമുക്ക്. പക്ഷെ ആ മൈൻഡ് പവർ നമ്മൾ നേടിയെടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോൺഷ്യസ്നെസ് ലെവലിലായിരിക്കണം. വെറും മൈൻഡ് ലെവലിലല്ല. മൈൻഡിന്റെ വേറൊരു ഫ്രാക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആത്മാവ് പോകുമ്പോൾ പോകുന്നത്. അതിപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജീവനോടുകൂടി നിൽക്കുന്നത്. അതല്ലെങ്കിൽ നേരെ ശവാവസ്ഥയിലേക്കാണ് പോകുന്നത്. ശിവാവസ്ഥ പോയി ശവാവസ്ഥയോ. ഇതിവിടെ മനസ്സിലാക്കേണ്ടത് മണി ഈസ് ആൻ എനർജി. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ കെട്ടിയിരിക്കുന്ന വാച്ച്, ഈ ക്രിസ്റ്റല്, ഈ സോഫ, ഈ മെറ്റീരിയൽ എല്ലാം തന്നെ സൂക്ഷ്മതലത്തിൽ നോക്കിയാൽ എന്താ? അല്ലെങ്കിൽ 500 രൂപ നോട്ട് എടുത്തു, സൂക്ഷ്മതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്പന്ദിക്കുന്ന തന്മാത്രകളല്ലേ? ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു. ഈ ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണിനെയൊക്കെ സ്പന്ദിപ്പിക്കുന്ന ശക്തി ഏതാ? അതൊരു ശക്തി ഉണ്ടാവുമല്ലോ. ആ എനർജിയെ നമുക്ക് അട്രാക്ട് ചെയ്യാനുള്ള എനർജി നമ്മുടെ ശരീരത്തിലും മനസ്സിലും ക്രിയേറ്റ് ചെയ്തത് നമ്മളിലേക്ക് വരാൻ തുടങ്ങും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പക്ഷെ അത്ര എളുപ്പമല്ല. നമ്മുടെ മനസ്സിനുള്ള പ്രശ്നം എന്നാണെന്നറിയൂ. മാനിഫെസ്റ്റേഷൻ്റെ മെയിൻ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പല പ്രോസസ്സുണ്ട് ഇതിന്. ഞാൻ നടത്തുന്ന മാനിഫെസ്റ്റേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ 4 തലമാണ്.
നമ്മളുടെ ശരീരത്തിലും മനസ്സിലോ കഴിഞ്ഞു കൂടിയിട്ടുള്ള കുറെ നെഗറ്റിവിറ്റി ഉണ്ട്. എസ്പെഷ്യലി നമ്മുടെ മനസ്സിലൊന്ന് കൂട്ടും, ശരീരം വിടും. മനസ്സിൽ നമ്മൾ ഇപ്പോൾ നമ്മളുടെ അപ്പൂപ്പൻ പറഞ്ഞത്, അമ്മാവൻ പറഞ്ഞത്, പണം മരത്തിൽ കായ്ക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്.